തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീതുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. പഠിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഇതിനെല്ലാം ഒരു സപ്പോർട്ട് ആരായിരുന്നു ഏറ്റവും കൂടുതൽ തന്നുകൊണ്ടിരുന്നത്? ആരുമില്ലായിരുന്നു. എനിക്ക് ഫാമിലിയിൽ നിന്നാണെങ്കിലും അമ്മയും അനിയനാണുള്ളത്. അമ്മ ഡിവോഴ്സി ആയിട്ടുള്ള ആളാണ്. എനിക്ക് അങ്ങനെ, കാരണം എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സമയം, അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു ട്രാൻസ് പേഴ്സൺ എന്താണെന്ന് അറിയില്ലാത്തൊരു സമയം. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ, നിനക്ക് വേറെ വല്ല ജോലിക്കും പൊയ്ക്കൂടെ, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലെങ്കിലും പൊയ്ക്കൂടെ, അല്ലെങ്കിൽ ഇവിടെ പൊയ്ക്കൂടെ എന്നൊക്കെ പണ്ടുള്ള കാലത്ത് പറയുന്ന പോലെ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രോപ്പറായിട്ട് അന്നൊരു ഫുഡോ അല്ലെങ്കിൽ ഒരു കെയറിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തു. ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തു, പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്കൊക്കെ അങ്ങ് അവജ്ഞയാണ്. അവരെയൊക്കെ ഒരു വേറൊരു തരത്തിലാണ് കാണുന്നത്. പക്ഷെ അങ്ങനത്തെ ആ ഒരു ജോലി അല്ലേ, ഈ വയസ്സായവരെയൊക്കെ നോക്കുന്നത് എത്രയോ തീർച്ചയായിട്ടും പലതരമായ ജോലിയാണ്. ഈ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാരൻസിനോടൊക്കെ ആൾക്കാർ കാണിക്കുന്ന ക്രൂരതകളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടേക്കുക, അവിടെ ഇങ്ങനെ ഒരു ബെഡിട്ട് അവിടെ കിടത്തിയേക്കുക, ചിലപ്പോൾ അവരറിയാണ്ടൊന്ന് മൂത്രമൊഴിച്ചു പോയി കഴിഞ്ഞാൽ അവരെ ചീത്ത പറയുക, പിടിച്ച് തള്ളുക, ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ആ ഒരു മേഖലയിലൂടെ പോയിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ആ ഒരു എന്തൊക്കെ മനുഷ്യർ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമ്മൾ കാണുന്ന ആൾക്കാരെ ആയിരിക്കില്ല. അതെ, അടുത്തറിയുമ്പോൾ അങ്ങനെയല്ല. ഒന്നുമില്ലായ്മയിൽ ആരും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. കാരണം നമുക്ക് ആൾക്കാരുണ്ടാവേണ്ടത്, ആരെങ്കിലും ഒരാളെങ്കിലും, ഒരു സുഹൃത്താവട്ടെ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരാവട്ടെ, ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവേണ്ടത് നമ്മളെ ഒന്നുമില്ലായ്മയിലാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ്. എല്ലാം ഓക്കെ ആവും എന്ന് നമുക്കൊരു ഒരു സപ്പോർട്ട് തരാനായിട്ട് ഒരാൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരാൾ അത്രയും ഉറപ്പോടുകൂടി കോൺഫിഡൻസോടുകൂടി നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഉന്മേഷം ഉണ്ടാവുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അവർക്കൊരു ഊർജം കിട്ടുക എന്ന് പറയില്ലേ, അതാ എല്ലാം ഓക്കെ ആവും, ചെയ്താൽ മതി, അല്ലെങ്കിൽ നീ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ വേണം. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ആരും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആരും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഇത്ര ഊർജ്ജത്തോടെ മുന്നോട്ട് വന്നില്ല, അതെങ്ങനെയാണ്? എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാരണം, ഞങ്ങള് കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് ചെറിയൊരു വീട് വച്ച് അമ്മയും അനിയനും നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ പോലും ആ വീട്ടിൽ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാനല്ലാതെ സെപ്പറേറ്റ് വാടകയ്ക്കാണ് താമസിച്ചിട്ടുള്ളത്. ഇന്നേ വരെ ഇപ്പോൾ ഞാൻ പുതിയ വീട് വയ്ക്കുന്നതിൻ്റെ ഒരു 1.5 വർഷം മുമ്പാണ് ആ വീട് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ അപ്പോഴും ആ വീട്ടിൽ ഇത്തവരെ ഞാനൊരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു ദിവസം തികച്ചിട്ടില്ല, ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല. എനിക്കെന്തോ അത് എൻ്റെ സ്പേസ് അല്ലാന്ന് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇന്നെല്ലാവരും, എൻ്റെ ഫാമിലി ആവട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ട് ഫാമിലിയിലൊന്നും, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അന്നൊന്നും അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തായാലും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സീമ വിനീതിനെ രൂപപ്പെടുത്തുന്നില്ല, അന്ന് കിട്ടിയ ആ ഒരു എനർജി, സ്വന്തമായിട്ട് നേടിയെടുത്ത ആ ഒരു എനർജിക്ക് ഒരു വലിയ പങ്കില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും സൂയിസൈഡൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇതിലേക്ക്, കാരണം എനിക്ക് സ്ട്രഗിൾ ചെയ്യണം. അത് നമ്മളെ കൊണ്ട്, എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ ചിലപ്പം നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ, എന്താ പറയുക, ഈ ഭൂമിക്ക് താഴെ നമ്മൾ ഒരാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിയെന്ന് വരില്ല. അത്ര അമാനുഷികമല്ല. പക്ഷെ ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, അതൊരു മനുഷ്യൻ പരിശ്രമിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇപ്പോൾ തൊഴിലുകളായാലും അല്ലെങ്കിൽ കെട്ടിടങ്ങളായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായാലും ദൈവം സൃഷ്ടിച്ച അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതല്ലാതെയുള്ള സാധനങ്ങളെല്ലാം മനുഷ്യനിർമ്മിതിയാണ്. ഒരു മനുഷ്യനത് സാധിച്ചത് കൊണ്ടാണത്. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളത് പരിശ്രമിക്കണം, നമ്മളതിന് വേണ്ടിയിട്ട് 100% കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതെ, തീർച്ചയായിട്ടും നമ്മളതിന് ഒരു 100% നമ്മൾ അർപ്പിക്കണം. അത് എന്നാൽ മാത്രമേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ, ഒരു മലയോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കുരുവോളം അങ്ങനെ കിട്ടുമെന്നുള്ളതെന്ന്. അപ്പം നമ്മൾ ആഗ്രഹത്തിന് ഒരു അതിർത്തിയില്ല. ഇനി ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഈ മേക്കപ്പ് പല കല്യാണങ്ങൾക്കൊക്കെ അതിരാവിലെ മുതൽ ആരംഭിക്കുമല്ലോ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അതെങ്ങനെയാണ് ആ ഒരു നമ്മുടെ നോർമൽ ഒരു സ്ലീപ്പിംഗ് ടൈം അല്ലെങ്കിൽ ആ ഉറങ്ങുന്ന ഒരു സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ ഇതിനോട് എങ്ങനെയാണ് യൂസ്ഡ് ആയത്? ശരിക്കും പറഞ്ഞാൽ അതൊരു ചോദ്യം തന്നെയാണ്. കാരണം
ഉറക്കം എന്ന് പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും അങ്ങനെ ഉറക്കം ക്രമീകരിച്ചൊരു ഉറക്കത്തിൽ ഉറക്കം കിട്ടാറില്ല എന്നുള്ളതാണ്. കാരണം സീസണൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പറ്റാറേ ഇല്ല. ഞാനൊക്കെ ചിലപ്പോൾ 2 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്കൊക്കെ എണീറ്റ് മേക്കപ്പ് ചെയ്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഗുരുവായൂരൊക്കെ കല്യാണം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ 5 മണിക്കായിരിക്കും മുഹൂർത്തം. അപ്പോൾ 2 മണിക്ക് എണീറ്റ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 മണിക്ക്. ചിലപ്പോൾ അതിന് മുന്നായിട്ട് അവർക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും റെഡിയാക്കാനായിട്ട് വേണം. അപ്പോൾ സാധാരണ ഒരു ബ്യൂട്ടീഷ്യനാണ്, ഒരു കുറ്റം പറയുകയോ അങ്ങനെയൊന്നുമല്ല, ഒരു ബ്യൂട്ടീഷ്യനാണ് പോകുന്നതെങ്കിൽ അവർക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് അവർ ചെയ്യും. പക്ഷെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ കറക്റ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റിലൂടെ ഒരു ബ്രൈഡിനെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്ന ഒരു സമയപരിധിയുണ്ട്. അപ്പോൾ ആ ഒരു സമയം എടുക്കും റെഡിയാക്കാനായിട്ട്. അങ്ങനെ ഉറക്കം ഭയങ്കര സീസണൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാവാറുണ്ട്, തലവേദന ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും. പകല് കിടന്നുറങ്ങും ആ ഒരു ഉറക്കക്ഷീണം മാറാൻ. പകലിറങ്ങും. ഞാൻ മിക്കപ്പോഴും എല്ലാവരും ചോദിക്കും ഈ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയം എന്താണ് ചെയ്യാറുള്ളത്. മാക്സിമം സമയം ഞാൻ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഉറക്കം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഉറങ്ങും. പിന്നെ നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഈ ജോലിയിലേക്ക് വന്നപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു, സ്ട്രഗിൾ ചെയ്തൊരു ഫേസ് പറഞ്ഞു, പല വേറെ ജോലികളിൽ പോയ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു ജോലി നേടിയ ശേഷം അല്ലെങ്കിൽ ഈ ജോലിയിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? പല സ്ഥലങ്ങളിൽ പോകുന്നു, പല കുട്ടികളെയും ഇങ്ങനെ ഒരുക്കി സുന്ദരികളാക്കി മാറ്റുന്നു, അതിൽ തന്നെ പല ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്നു. മനസ്സിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുമ്പോഴേ നമുക്കിങ്ങനെ ഏറ്റവും സന്തോഷം തന്ന ഒരു നിമിഷം. സന്തോഷം തന്ന ഒരുപാട് മൊമെൻറ്റുകളുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് മാത്രമല്ല ഓർത്തെടുത്ത് പറയാം, ഒരുപാട് മൊമെൻറ്റുകളുണ്ട്. കാരണം ചില കുട്ടികളെയൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരത് ഇങ്ങനെ റെഡിയായി കഴിഞ്ഞ് കാണുമ്പോൾ ചിലരൊക്കെ കരഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം അത് നമ്മളെ ഭയങ്കരധികം, ഒരാൾ കരയുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതല്ല, ശരിക്കും അവരെ സന്തോഷത്തിൻ്റെ ആ ഒരു കണ്ണുനീരാണ്. പക്ഷെ നമുക്കത് ഭയങ്കരധികം നമ്മളെ വർക്കിന് കിട്ടിയ ഒരു അപ്രിസിയേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് സംരംഭകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഭയങ്കരധികം എനിക്കത് ലൈഫിൽ ഒരിക്കലും കിട്ടുമെന്ന് കരുതിയതേ അല്ല. പക്ഷെ അത് കിട്ടിയതാണ്. എനിക്ക് അത് വലിയൊരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരെ അംഗീകരിച്ചതിൽ നമ്മൾ സക്സസ്ഫുൾ ആയല്ലോ എന്നുള്ളതിൻ്റെ ഒരു. ആ സംരംഭത്തെ പറ്റി ഒന്ന് പറയാമോ? അത് ശരിക്കും ആ ഒരു സംരംഭം എന്ന് പറയുന്നത് നമ്മളെ ഒരു മേക്കപ്പ് മേഖലയാണ്. ഞാൻ ആ സലൂണ് സ്റ്റാർട്ട് ചെയ്തതും ആ ഒരു സമയത്താണ് എനിക്ക് ഇത് കിട്ടുന്നത്. സംരംഭക എന്നുള്ള നിലയിൽ ആ പുരസ്കാരം ലഭിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേക്കപ്പ് മേഖലയിൽ, അതും ട്രാൻസ് വ്യക്തിക്കാണ് കേട്ടോ, കേരളത്തിലെ ട്രാൻസ് വ്യക്തിക്കുള്ള പുരസ്കാരമാണ്. ശരിക്കും അതിലുള്ള അനേകായിരം, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10,000-നോട് അടുപ്പിച്ചുള്ള ആൾക്കാരെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇത്ര ഇതിൽ. അപ്പോൾ ആ ഒരു മേഖലയിലേക്കുള്ള എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് കിട്ടിയത്, ഈ പുരസ്കാരം കിട്ടിയത്. ഇതിൽ ഇപ്പം നമ്മൾ ഏറ്റവും ഓർമ്മയിൽ സന്തോഷം തരുന്ന ഒരു കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ ജോലിയിലുടനീളം നമുക്ക് ആർക്കാണെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടാത്തത്, അത് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് ഇങ്ങനെ നമ്മളോട് കാണിക്കുന്നവർക്ക് ഒരു മാറ്റം ചിലപ്പോൾ ഇതിലൂടെ ഉണ്ടാവാം. നമ്മൾ പറയുമ്പോൾ നമുക്കിങ്ങനെയാണ് ഫീൽ ചെയ്തത്, സോ അടുത്ത ഒരു ഇതിൽ അങ്ങനെ ഉണ്ടാവരുതെന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനത് പേരൊന്നും പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ട്. അത് ലൈഫിൽ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരും ഒരിക്കലും മറക്കില്ല. കാരണം ഒരു കുട്ടിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ പോയിട്ട് അവരുടെ സിസ്റ്ററിനും 2 സിസ്റ്ററിനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു മേക്കപ്പ്. അപ്പം ഞങ്ങൾ 3-4 പേര് നിന്ന് വർക്ക് ചെയ്യാണ്. അത് ശരിക്കും ഒരു 2 മണിക്ക് എന്തോ തുടങ്ങിയതാണ്. ട്രിവാൻഡ്രത്ത് ആണ് ആ വർക്ക്. അപ്പോൾ അത് തുടങ്ങിയതാണ് ഏകദേശം 9 മണിയോളമായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും ടയേർഡായിരുന്നു. ഒരു കോഫി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു, പക്ഷേ അങ്ങനെ ഒരു കോഫി ഹോട്ടലിൽ വെച്ചിട്ടാണ് വർക്ക്. അപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കുട്ടി അവരോട് ചോദിച്ചു, പ്രഭാത ഭക്ഷണമെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ അച്ഛൻ തിരിച്ചു പറഞ്ഞാണ്, നിങ്ങളുടെ ജോലി കഴിഞ്ഞില്ലേ, നിങ്ങളുടെ ജോലി കഴിഞ്ഞില്ലേ എങ്കിൽ നിങ്ങൾക്ക് പോവാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞത് ഭയങ്കര അധികം. കാരണം ആരും അങ്ങനെ ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അവിടെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തു വന്നാൽ കഴിക്കാം. പക്ഷെ എന്നാൽ അത്ര ടയർഡായിരുന്നു എല്ലാവരും. അനുഭവം ഒരിക്കലും മറക്കില്ല. ഇത്രയും ജോലി ചെയ്യുമ്പോൾ ഇതെല്ലാം ആ ഒരു ഭക്ഷണത്തിന്റെ വിലയോ കാര്യമോ അല്ലേ, നമ്മളോടുള്ള ആ കരുതലും അല്ലേ, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഹാർഡ് വർക്കിന്. ഇത് ശരിക്കും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരുപാട് പേര്, ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേര്
നമ്മൾ പോകുന്നെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ഫുഡ് ഒക്കെ മതിയോ, ഇനി വേണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അധികം ആ ഒരു കെയർ. പക്ഷേ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ കുട്ടി ഡോക്ടറായിരുന്നു, ആ കുട്ടിയുടെ അനിയത്തി ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ എഡ്യൂക്കേറ്റഡ് ഉള്ള ഫാമിലിയാണ്. അപ്പോൾ അതങ്ങനെ ബിഹേവ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചാർജസ് എന്തോ കുറച്ച് കൂടുതലുള്ള ഹോട്ടലായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കണം ഇവിടെ, അല്ലെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ എടുത്തടിച്ച പോലെ നിങ്ങളുടെ ജോലി കഴിഞ്ഞില്ല എങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ ആ റൂം പൂട്ടി ഇറങ്ങുന്ന ആ ഒരു അവസ്ഥയാണ്. അത് ഞങ്ങൾ ഇപ്പോഴും പലയിടത്തും പോകുമ്പോൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പല അനുഭവങ്ങളും പറഞ്ഞു, സന്തോഷം തരുന്ന അനുഭവങ്ങൾ പറഞ്ഞു, അതുപോലെ ഈ പറഞ്ഞ പോലെ മോശം അനുഭവങ്ങൾ നേരിട്ടുണ്ടായിട്ടുള്ളത് പറഞ്ഞു. ഇത് അനുഭവങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിൽ എന്താണ് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കുറെ സ്വപ്നങ്ങളും കാണുമല്ലോ ഭാവിയെക്കുറിച്ചുള്ള, അതെന്താണ്? ഇപ്പോൾ നിലവിൽ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഞാൻ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു സമാധാനമായിട്ടൊരു ജീവിതം, ഒരു വീട്, നമ്മൾ ആരും ഇറങ്ങിപ്പോവാൻ പറയാത്ത ഒരിടം, നിത്യവും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ചെറിയൊരു ഭക്ഷണം കിട്ടണം എന്നൊക്കെ, അത്ര ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പണ്ടും ഉണ്ടായിട്ടുള്ളൂ, ഇന്നും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ, യാത്രകൾ എനിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ലോകം കാണണം. കാരണം നമ്മളെ ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഷോർട്ട് പീരീഡാണ്. ആ ഒരു സമയം നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ, നമ്മൾ പ്രകൃതി എന്താണെന്ന് നമ്മൾ അറിയണം. പോയിട്ട് എന്തൊക്കെ കാണാനുണ്ട് അതെല്ലാം കാണണം. അത് ആ ഒരു അനുഭവം കിട്ടണമെന്നുള്ളതാണ്. അതാണ് എൻ്റെ ആഗ്രഹം നിലവിൽ. അല്ലാതെ ഇപ്പോൾ കുറേ നമുക്ക് അല്ലെങ്കിൽ അത് അങ്ങനെ ആവണം അല്ലെങ്കിൽ ഇത് കിട്ടണം അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഇനി ആഗ്രഹമേ യാത്രകളാണ് ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ മനസ്സിനൊത്തുണങ്ങിയ ഒരു പാർട്ട്ണറെ കിട്ടി. അപ്പോൾ രണ്ടാളും കൂടിയിട്ടുള്ള ഞങ്ങൾ രണ്ടാളുടെയും ആ ഒരു ആഗ്രഹമേ യാത്രകൾ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരുപാട് യാത്രകൾ പോയി ഒരുപാട് സന്തോഷത്തോടു കൂടി കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് വരാൻ, ഇനിയും ഇൻ്റർവ്യൂവിന് വരാൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. പിന്നെ അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. വളരെ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോകുന്ന, ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോകുന്നവർക്ക് നൽകാനുള്ളൊരു മെസ്സേജ് എന്താണ്? സ്ട്രഗ്ലിംഗ് ഒരു ഫേസ് ചെയ്ത് കടന്നു പോകുന്നവരോട് പറയാനായിട്ട്, നമ്മൾ ഏത് സന്ദർഭത്തിലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആത്മവിശ്വാസം കൈവിട്ട് പോകരുത്. കാരണം നമ്മൾ ലൈഫിൽ പല സാഹചര്യങ്ങളും ഉണ്ടാവാം, പക്ഷേ നമുക്കത് മറികടക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് നമ്മളെ എല്ലാത്തിലോട്ടും എത്തിക്കുന്നത്. അപ്പോൾ ആത്മവിശ്വാസം കൈവിടാനേ പാടില്ല. നമ്മൾ ഏത് സാഹചര്യം ഉണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മൾ പട്ടിണി കിടന്നിരിക്കാം, അല്ലെങ്കിൽ പട്ടിണി കിടക്കാം, ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി എന്തെന്നുള്ള ചോദ്യചിഹ്നം വന്നേക്കാം. അപ്പോഴൊക്കെ നമ്മൾ ആത്മവിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം കൈവിടരുത്. അത് നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടെ നമുക്കത് ചെയ്യാൻ സാധിക്കും, നമുക്കത് കഴിയുമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനായി മാറാം. താങ്ക് യു സോ മച്ച്. ഇത്രയേറെ തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തു, നല്ല മെസ്സേജുകൾ തന്നു. എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ശരിക്കും കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേൾവിയിലൂടെ നമ്മൾ മാത്രം അറിയുന്ന ആകാശവാണിയിലേക്ക് വരാനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു അഭിമാനവും എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ട്രാൻസ് വ്യക്തിയായിട്ട് എൻ്റെ ആ ഒരു കരിയറിൽ ഏറ്റവും ഞാൻ എടുത്തു പറയുന്നൊരു സമയമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീതുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.